നൂറയ്ക്കുള്ള ഫുഡ് നിഷേധിച്ചിരിക്കുകയാണ് ക്യാപ്റ്റന്മാർ. നൂറ എന്തോ അവൾക്ക് കൊടുത്തിരിക്കുന്ന ജോലി ചെയ്യാൻ വയ്യ, വയ്യ, ആ ടാസ്ക് കഴിഞ്ഞിട്ട് വയ്യാത്തോണ്ടായിരിക്കണം ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യാതിരുന്നാൽ ഫുഡ് കൊടുക്കില്ല എന്ന് തീർത്ത് പറഞ്ഞിരിക്കുകയാണ് അക്ബറും ആര്യനും കൂടെ. അവർക്ക് ഒരു ഫ്ലോറിലെ ജോലി ചെയ്തില്ലെങ്കിൽ അവർക്ക് ഫുഡ് കൊടുക്കരുതെന്ന് ബിഗ് ബോസ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ ക്യാപ്റ്റന്മാർ എന്താണ് അവിടെ കാണിക്കുന്നത്? എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? ഇത്രയും നാളും കിട്ടാത്ത ക്യാപ്റ്റൻസി ഒരുമിച്ച് ഇങ്ങോട്ട് വന്നപ്പം അക്ബർ അത് മൊത്തത്തിൽ അങ്ങ് തീർക്കുവാണോ? ആര്യൻ എന്തായാലും നല്ല രീതിക്ക് പറയുന്നുണ്ട്, ഫുഡ് തരത്തിലാന്ന് തന്നെ ഉറപ്പിച്ച് പറയാണ്. അപ്പോൾ അനീഷേട്ടൻ പറയുന്നുണ്ട് അങ്ങനെ ആരുടെ ഫുഡ് നമ്മളിവിടെ നിഷേധിക്കരുതെന്ന്. അപ്പം നൂറയും തിരിച്ച് അടമൻ്റായിട്ട് പറയാണ് ഞാനിവിടെ ജോലി ചെയ്യത്തില്ല എന്ന്. അപ്പം അനീഷേട്ടൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് ആരുടെയും ഫുഡ് നിഷേധിക്കാൻ ഇവിടെ ഒരു ഓപ്ഷൻ ഇല്ല, അങ്ങനെ ചെയ്യരുത്. അപ്പം ആര്യം പറയാണ് നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുന്നില്ല, അപ്പം നമ്മൾ നമ്മുടെ ഫുഡും തരുന്നില്ല. ഇത് ഇവരുടെ ഫുഡൊന്നും അല്ലല്ലോ, ഇത് ബിഗ് ബോസ് ഹൗസിൽ ബിഗ് ബോസ് കൊടുക്കുന്ന ഫുഡല്ലേ. അപ്പോൾ നൂറ പറയുന്നു ശരി നീ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ നിൻ്റെ ഫുഡിന് കഴിക്കുന്നില്ല, പക്ഷെ ഇന്നലെ നിങ്ങൾ ഞങ്ങൾക്ക് ഫുഡ് തരാത്തതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോഴെങ്കിലും നൂറ ഒന്ന് വാ തുറന്നല്ലോ, കാരണം ഇവരുടെ ഒരു പ്രത്യേക സ്വഭാവങ്ങൾ ഇപ്പം നൂറയ്ക്ക് മനസ്സിലായല്ലോ. അപ്പം അനുമോളോട് കാണിച്ച സമയത്ത് നൂറ ജസ്റ്റ് ഒന്ന് സംസാരിച്ചു എന്നല്ലാതെ ആദില വാ തുറന്നു പോലും ഇല്ല. ഇപ്പം നൂറയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ആദില വാ തുറക്കോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഇതിനകത്ത് ആരൊക്കെ ഇടപെടും? അനീഷേട്ടൻ എല്ലാത്തിനകത്തും ഇടപെടുന്നുണ്ട്, പക്ഷെ അനീഷേട്ടൻ പഴയ പോലെ വേണ്ടത്ര രീതിയിൽ ഭയങ്കര ഇതായിട്ട് പറയുന്നില്ല. അനീഷേട്ടൻ പറയുന്നത് ആരും കേൾക്കുന്നില്ല. കാരണം അന്ന് അനീഷേട്ടൻ ഇങ്ങനെ എടുത്തെടുത്ത് പല കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്ത് പറയുന്ന സമയത്ത് അത് കേൾക്കുമായിരുന്നു, പക്ഷെ ഇപ്പോൾ ഒരു വട്ടം കാര്യം പറയുന്ന ആരും കേൾക്കുന്നില്ല. ഈ 3 പേരെയും ബാക്കിയുള്ള എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ചേർന്ന് നിന്ന് ഒതുക്കേണ്ട സമയം കഴിഞ്ഞു. ക്യാപ്റ്റൻസ് ആണെന്നും പറഞ്ഞ് ഇത്രയും കാണിക്കേണ്ട തോന്നിയാസം കാണിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് നല്ല രീതിക്ക് ആ ക്യാപ്റ്റൻസി കൊണ്ടുപോകാം അല്ലേ. പക്ഷെ ഇങ്ങനെ കാണിച്ച് ഇത്രയും ഒരു ഫ്രസ്ട്രേഷനും സ്ട്രെസ്സും ഒക്കെ കൊടുത്തിട്ടാണ് അവർ ആ വീടിപ്പം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അടിയില്ലാത്ത ഒരു ദിവസം പോലും ഇല്ല, അഹങ്കാരങ്ങളാണ് കാണിക്കുന്നത്. ലൈവിൽ ഇപ്പോൾ ഇത് കാണിച്ച് തുടങ്ങിയിട്ടില്ല, അത് കാണിക്കുന്ന സമയത്ത് പുതിയ അപ്ഡേഷനുമായിട്ട് വരാം എന്താണ് ശരിക്കും അവിടെ നടന്നതെന്നുള്ളതിൻ്റെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് തോന്നുന്നതെന്നുള്ളതിൻ്റെയൊക്കെ കമൻസും കൂടെ ഒന്ന് പറയുക.